ഈ വീഡിയോ ചെയ്യാൻ ആഗ്രഹിച്ചതല്ല, പക്ഷേ പാർട്ട് 2 ഇനി പാർട്ട് 3 വരികയാണെങ്കിൽ പറയാതിരിക്കാനും കഴിയില്ല എന്നുള്ളതാണ്. പാർട്ട് 2 പറഞ്ഞ കാര്യങ്ങളുടെ കുറച്ച് പോയിന്റ്സ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. വീഡിയോ ഒന്നും ഞാടെ കാണിക്കാൻ നിൽക്കുന്നില്ല. ഇനി അത് കാണിച്ചെന്നൊന്നും പറഞ്ഞ് ആരും വരാൻ നിൽക്കണ്ട. ഓക്കെ, അതായത് ചാനൽ ഉടമയെ അങ്ങോട്ട് വിളിച്ച് ഒരു ഇന്റർവ്യൂ ഇങ്ങോട്ട് ചോദിച്ച് ഫണ്ട് വാങ്ങി എന്നൊക്കെയുള്ള ശബ്ദ സന്ദേശങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ. ഇവിടെ പാവപ്പെട്ട ഒരു പയ്യൻ സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങുന്നു, അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തത്രപ്പാടിനിടയിൽ ഇങ്ങനെ വീണ്ടും എയറിൽ പോവണ്ട, എയറിൽ അവൻ പോകുന്നില്ല, പറയുന്ന ആളുകളാണ് പോകുന്നത്, എന്നാൽ വീണ്ടും നെഗറ്റീവിലേക്ക് വലിച്ചിഴക്കപ്പെടുന്ന ഒരു അവസ്ഥ, അവനിടുന്ന വീഡിയോസിന് അടിയിൽ തെറി കമന്റുകൾ വരുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തായാലും 20 പോയിന്റ്സ് ഉണ്ട്, 20 പോയിന്റ്സ് ഓരോന്ന് നോക്കാം. ഒന്നാമത്തത്, ഈ പയ്യന്റെ അച്ഛൻ മൂന്നാമതൊരു വിവാഹം കഴിച്ചല്ലോ അല്ലെ. ആ മൂന്നാമത് വിവാഹം കഴിച്ച സ്ത്രീയാണ് ഇവനെ ഏകദേശം 15 വയസ്സിന് ശേഷം നോക്കിയത് എന്നുള്ളതാണ് അവർ അവകാശപ്പെടുന്നത്. അതിന്റെ മുൻപ് വരെ അവന്റെ അച്ഛന്റെ അമ്മ, അതായത് അച്ഛമ്മയായിരുന്നു അവനെ നോക്കിയത്. ഇതിനു ശേഷമാണല്ലോ മറ്റൊരാൾ ഇവനെ വളർത്തുന്നത്. അപ്പൊ പിന്നെ അവൻ ചെയ്ത തെറ്റുകൾ, അവൻ ലഹരിക്കടിമയായി എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് അവൻ പോയതിന്റെ ഉത്തരവാദിത്വം കൂടി അച്ഛമ്മ ഏറ്റെടുക്കേണ്ടി വരും എന്ന രീതിയിലാണ് ഒന്നാമത്തെ പോയിന്റ് കിടക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ വെച്ച് റീച്ച് ഉണ്ടാക്കിയ ആളുകളൊന്നും എന്നെ തിരിഞ്ഞു നോക്കിയില്ല. ഇത് സോഷ്യൽ മീഡിയ യുഗമാണ്. ഇവിടെ നമ്മളെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്ന ആളുകൾ കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നല്ലതെന്നും ചീത്തത് ചെയ്തു കഴിഞ്ഞാൽ ചീത്തതും എന്ന് പറയും. ഏറ്റവും കൂടുതൽ നെഗറ്റീവ് തന്നെയാണ് ഇവിടെ പ്രൊമോഷൻ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ താങ്കളുടെ വീഡിയോ ഉണ്ടാക്കി റീച്ച് ഉണ്ടാക്കിയ ആളുകൾ എന്ന് പറയുമ്പോൾ അവരുടെ ലക്ഷ്യം എന്താണ്? സോഷ്യൽ മീഡിയയിൽ ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും. അവർ ആ രീതിയിൽ തന്നെ പോയിട്ടുണ്ടാവും. പിന്നെ ഒരുപാട് യൂട്യൂബർമാർ നിങ്ങൾ എവിടെ പോയാലും കൂടെ ഉണ്ടല്ലോ. അവർക്ക് നിങ്ങളുടെ വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ ഫണ്ട് കിട്ടുമെങ്കിൽ, തെറി കമന്റ് ആണെങ്കിൽ തെറി കമന്റ് റീച്ച് കിട്ടിയാൽ മതി, അവർ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് രണ്ടാമത്തെ കാര്യം കേട്ടോ. അതായത് ആരും എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. എന്നാൽ മറ്റൊരു കാര്യം പറയുന്നുണ്ട് ഇതിന്റെ ഇടയിൽ, ഞാൻ പ്രതീക്ഷിക്കാത്ത ആളുകൾ എന്നെ തിരിഞ്ഞു നോക്കി, എന്നെ വിളിച്ചു, എന്നെ സഹായിച്ചു എന്നുള്ള കാര്യമൊക്കെ. അതില് ബിഗ് ബോസ് വിന്നർ ആയിട്ടുള്ള ആ ഒരു പെൺകുട്ടിയൊക്കെ വന്നതായിട്ടൊക്കെ അവർ പറയുന്നുണ്ട്. അതിനിടയിൽ അവരുടെ മൂന്നാമത്തെ പോയിന്റ് ആണ്, ഞാനൊരു പാട്ട് പാടിക്കോട്ടെ. അവനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് പാടാൻ തോന്നുന്ന ഒരു പാട്ടുണ്ട്, ഞാനത് പാടിക്കൊടുക്കാറുണ്ട്. ആ പാട്ടൊന്ന് പാടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ പാട്ട് പാടി. ഞാൻ ആ പാട്ട് പാടിത്തരാം. ആ പാട്ടല്ല, വേറെ പാട്ട് പാടിത്തരാം സന്ദർഭത്തിനനുസരിച്ചിട്ട്. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോൾ കുലുമാൽ കുലുമാൽ, അത്രേ പറയുന്നുള്ളൂ. നാക്ക്, നമ്മളുടെ നാക്ക് തന്നെയാണ് നമുക്ക് വിനയാകുന്നത്. നമ്മൾ ഈ ഒരു അവസ്ഥയിൽ എത്തുമ്പോഴെങ്കിൽ പോലും ഒന്ന് സംസാരം കുറച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇനി മൂന്നാം പാതകം വരുമ്പോൾ എന്തൊക്കെയാകുമോ എന്തിരോ. നെഗറ്റീവ് അടിച്ചിരുന്ന ആളുകൾ പോസിറ്റീവ് അടിച്ചിരുന്ന കാലം മാറി വീണ്ടും നെഗറ്റീവിലേക്ക് താങ്കൾ തന്നെ മനഃപൂർവ്വം അങ്ങ് വീണു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അടുത്തത്, ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ട് അവൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ എന്നെ നെഗറ്റീവ് പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ കൂടി എന്നെ നെഗറ്റീവ് പറഞ്ഞാൽ അവൻ അത് റീച്ച് ആകും. അവൻ ബിഗ് ബോസിൽ കയറി കഴിഞ്ഞ് അവൻ കപ്പടിക്കണം എന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. വല്ലതും കത്തിയ, അതായത് അവൻ നെഗറ്റീവ് എന്നെ അടിച്ചു, എന്നെ എയറി കയറ്റി, അതിലൂടെ അവൻ പോസിറ്റീവായി, അവന് ഒരുപാട് സപ്പോർട്ട് കിട്ടി, അവൻ ബിഗ് ബോസിലേക്ക് കയറാൻ പോകുന്നു. ബിഗ് ബോസിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എന്റെ പ്രാർത്ഥന ഉണ്ടാവും. പിന്നെ എന്തിനാണ് ഈ ഒരു ഡയലോഗ് അവിടെ അടിക്കുന്നത്? നമ്മളൊരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മൾ അയാൾക്ക് ഒന്നും സംഭവിക്കരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, വെറുതെ വിട്ടാ പോരെ. ഇപ്പൊ ഇത്രയും നാള് താങ്കളുടെ ഒരു ഇന്റർവ്യൂ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആളുകൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. നെഗറ്റീവാണ് ഇപ്പൊ കമന്റ് ബോക്സ് മൊത്തം, കണ്ടില്ലേ? അതിനിടയിൽ അങ്ങോട്ട് വിളിച്ച ഒരു ശബ്ദ സന്ദേശം, എന്റെ പൊന്ന് പള്ളി, എന്തൊക്കെയാണ്! നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകൾ പോലും പ്രാർത്ഥന അവസാനിപ്പിക്കും. ദയവ് ചെയ്തിട്ട് ഇനി പാർട്ട് 3 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം തീരുമാനമാവും. അത് കഴിഞ്ഞാൽ അടുത്തൊരു ഇന്റർവ്യൂ കൂടി കൊടുക്കരുതെന്നേ പറയുന്നുള്ളൂ. ഈ യൂട്യൂബിലൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ഫണ്ട് ഉണ്ടാവും, നിങ്ങൾക്ക് വീഡിയോക്ക് അത്യാവശ്യം റീച്ച് ഉണ്ട്, അതുകൊണ്ട് പറയാണ്. അടുത്ത പോയിന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അവനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, അത് അവൻ അറിയാം എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. പക്ഷെ കുറച്ച് മുൻപ് വന്നത്, എന്നെ കൊണ്ട് നീ പറയിപ്പിക്കണ്ട, ഞാൻ പറഞ്ഞാൽ കുറച്ച് കൂടിപ്പോകും, ഇവൻ നിന്നെ ഒരു ചേട്ടനായിട്ടാണ് കണ്ടത്, അത് നീ മറക്കണ്ട. പിന്നെ നിന്നെ അങ്ങനെ ഒരു വീഡിയോ സ്വന്തം ചാനലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോയിലും പറയുന്നത് എന്താ വെച്ചാൽ, അവനെ ഞാൻ സ്നേഹിച്ചിരുന്നു, അത് അവനറിയാം. അവൻ അതൊരു കാറിനുള്ളിൽ നിന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ വന്നു, ഒരു വാക്ക് പോലും താങ്കളെ കുറിച്ച് പറഞ്ഞോ? ഇല്ല. അതാണ് അവന്റെ മാന്യത, അതാണ് അവന്റെ മര്യാദ, അതാണ് അവനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അത്രേ പറയുന്നുള്ളൂ. അടുത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ സമയത്ത് തന്നെ അവൻ എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ അവനെ നിരന്തരം വിളിക്കാൻ ശ്രമിച്ചു, പക്ഷെ അവൻ ഇടയ്ക്കേ ഫോൺ എടുക്കാറുള്ളൂ. പക്ഷെ അന്ന് തുടക്കത്തിൽ തന്നെ അവന് ഞാൻ മെസ്സേജ് അയച്ചിരുന്നു. അന്ന് എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നെങ്കിൽ ഞാൻ അത് നിർത്തുമായിരുന്നു എന്നുള്ളതാ. അന്ന് അങ്ങനെ ഒരു സാഹചര്യം ഇല്ലായിരുന്നു.
താങ്കൾ പിന്നീടാണ് വേറെ രീതിയിൽ അവൻ ഇഷ്ടപ്പെടാത്ത രീതിയിലേക്ക് ആയത്. അതുകൊണ്ടാണ് അവൻ പിന്നീട് മെസ്സേജ് അയക്കുന്നത്. അതിൽ നിന്ന് കിട്ടിയ പൈസ ഒക്കെ അവൻ വാങ്ങി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. മാതാപിതാക്കളാവുമ്പോൾ മക്കൾക്ക് ഫണ്ടൊക്കെ കൊടുത്തെന്ന് വരും. അതൊന്നും മറ്റുള്ള ആളുകളുടെ മുന്നിൽ പോയി പറയാറില്ല. ഒരുപാട് ആളുകൾ നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നില്ലടോ. ആരെങ്കിലും വേണ്ടപ്പെട്ട ആളുകളെ കുറിച്ചിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എന്തെങ്കിലും പറയോ? പറയില്ല. അങ്ങനെ അത് പറഞ്ഞ് അത് നമ്മളെടുത്ത് റിയാക്ട് ചെയ്യുമ്പോൾ മാത്രമേ കുഴപ്പമുള്ളൂ അല്ലേ? ഒരിക്കലും ഞാൻ എൻ്റെ ഫാമിലിയെ കുറിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടൊരു സാധനം പറയില്ല. എന്നെ ആരെങ്കിലും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുണ്ടെങ്കിലോ എന്നെ ആരെങ്കിലും സഹായിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലോ ഞാനത് പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ജീവിക്കുന്നത് അത്തരം സാഹചര്യങ്ങളിലൂടെയാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിലല്ല ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെ കൊടുന്ന് ഇട്ടിട്ട് അത് റിയാക്ട് ചെയ്യുമ്പോൾ പ്രശ്നം. വഴി തെറ്റിപ്പോയത് ഞാൻ നോക്കിയിട്ടല്ല, അച്ചമ്മയാണ് അവനെ നോക്കിയിരുന്നത്. ഏകദേശം 11 വയസ്സ് വരെ അച്ചമ്മയാണ് നോക്കിയിരുന്നത്. അപ്പൊ അവനെ നോക്കിയവരല്ലേ അതിൽ ഉത്തരവാദിത്വം എന്നാ പറയുന്നത്. 11 വയസ്സിന് ശേഷമാണ് ചെക്കന് ശുക്രൻ തിരിച്ചുണ്ടാവുക. അല്ലെങ്കിൽ ആ സമയത്ത് 11 വയസ്സ് വരെയൊക്കെ ഏത് മനുഷ്യനാണ് തെറ്റിലേക്ക് പോകാൻ പോണത്? ഫാമിലി ആരും നോക്കാനില്ലെങ്കിൽ പോവായിരിക്കുക. പക്ഷെ 11 വയസ്സ് എന്നുള്ളൊന്നും ബുദ്ധി വളർച്ചയില്ലാത്ത സമയമാണ്. ഒരു 17-16 വയസ്സ് വരെയും അത്ര വളർച്ചയൊന്നും ഉണ്ടാവില്ല. അപ്പൊ ചെയ്യുന്ന തെറ്റുകൾ കൂടെയുള്ള ആളുകൾ തിരുത്തണം. അവൻ കാറിലിരുന്ന് പറഞ്ഞ വീഡിയോസിൽ അത് പറയുന്നത് കൊണ്ട് ഞാനത് ബാക്കി പറയുന്നില്ല. ഈ പയ്യൻ പറഞ്ഞത്രേ അച്ഛനോട് എനിക്കൊരു അനുജനും കൂടി വേണം എന്നുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണത്രേ ഒരു അനുജൻ വരുന്നത്. ഓക്കെ, എന്റെ വീട് അപ്പൂന്റെ അങ്ങനെ ഒരു സിനിമ ഒക്കെ കണ്ടപ്പോൾ അവർക്ക് വിഷമായി എന്നാ പറയുന്നത് കേട്ടോ. അതുവരെ ഇവൻ മാത്രം മതിയായിരുന്നു എന്നാണ് അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ പെട്ടെന്ന് ഇവന്റെ ഒരു ആഗ്രഹം, എനിക്ക് വേണം ഒരു കൊച്ചനുജൻ, ഉടനെ തന്നെ ഒരു കൊച്ചനുജൻ റെഡി. അപ്പോൾ 11ാമത്തെ പോയിന്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കമന്റ്സ് വരണം. എന്റെ ഈ ഇന്റർവ്യൂ കണ്ടിട്ട് 2 ഇന്റർവ്യൂവിന്റെ ഭാഗം വന്നല്ലോ. എന്റെ ഇന്റർവ്യൂ കണ്ടിട്ട് ആളുകൾ കമന്റ് ചെയ്യണം. എനിക്ക് അത് തന്നെയാണ് വേണ്ടത്. റീച്ചിനായിരുന്നല്ലോ. ഇപ്പൊ ശബ്ദം കേട്ടല്ലേ നമ്മളെല്ലാവരും, വോയിസ് കേട്ടല്ലോ. ആ വോയിസിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് തന്നെയാണ്, റീച്ചിന് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പൊ കമന്റോളികൾ വരണം, കമന്റ് ചെയ്യണം, അത് ചർച്ച ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് വേണ്ടിയിട്ട് എന്നുള്ളത്. എല്ലാവരും എന്നുള്ളതിൽ ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആളുകളുടെ എണ്ണം ഒന്ന് കുറഞ്ഞിട്ടുണ്ടാവും. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരു 21 വയസ്സുള്ള ഒരു പാവം പയ്യൻ, അവൻ ഒറ്റയ്ക്ക് ആരും കുറ്റം പറയാതെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ, എന്തിനാ അത്ര വലിച്ചിടുന്നത്? അതുകൊണ്ട് പ്രാർത്ഥനയിലെ എണ്ണം കുറയാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അടുത്ത കാര്യം എന്താ വെച്ചാൽ, ഞാൻ പ്രതീക്ഷിക്കാത്തവർ വന്നു, പ്രതീക്ഷിച്ചവർ ആരും വന്നില്ല. പ്രതീക്ഷിക്കുന്ന ആളുകൾ എല്ലാവരും എന്തെങ്കിലും നേട്ടത്തിനായും കൂടെ കൂടിയിട്ടുണ്ടാവും. അത് ആദ്യം താങ്കൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ, വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ റീച്ച് വരുന്നുണ്ട്. തെറി വിളിക്കാനാണെങ്കിൽ പോലും ആളുകൾ കമന്റ് ഇടാൻ വരുന്നുണ്ടല്ലോ, റീച്ച് വരുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കൂടെ കൂടിയിട്ടുള്ളത്. പിന്നെ കഴിവില്ലാത്ത ഒരാളെ കഴിവുണ്ടെന്ന് പറഞ്ഞ് കൂടെ കൂട്ടുന്ന ആളുകളും എന്തിനാ വരുന്നത് മനസ്സിലാക്കണം താങ്കൾ. ആകെ കുറച്ച് കഴിവേ കേട്ടുള്ളൂ, ഇടക്ക് നന്നായി പാട്ട് പാടുന്നത് കേൾക്കുന്നുണ്ട്. അതേ പാട്ട് തന്നെ മോശപ്പെട്ട രീതിയിൽ പാടാൻ താങ്കൾക്ക് കഴിയാമെന്നും താങ്കൾ തെളിയിച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ നോക്കിക്കോളൂ കേട്ടോ. പിന്നെ പ്രതീക്ഷിക്കാത്ത ആള്, അണ്ണനൊക്കെ പോയി എന്തൊക്കെ സഹായമൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതൊന്നും പ്രതീക്ഷിക്കാത്ത ആളുകളായിരിക്കും. അതേപോലെ തന്നെ എന്റെ രക്തവും മാംസവും ഊറ്റി കുടിച്ചവർ വന്നില്ല. രക്തവും മാംസവും ഇതൊക്കെ ആരാണ് ഊറ്റി കുടിച്ചത്? അവരൊന്നും വന്നില്ല എന്നുള്ളത്. ഇപ്പൊ ഇവരുടെ കൂടെ നടക്കുന്ന ഒരുപാട് ചാനൽസ് ഉണ്ട്, ഒരുപാട് ചാനൽസ്. ഏറ്റവും കൂടുതൽ വീഡിയോ വന്നിട്ടുള്ളത് ഇവരുടെ ചാനൽസിന്റെ പേരൊക്കെ ഞാൻ മറന്നു കേട്ടോ, അല്ലെ പറയാതിരിക്കുകയാണ്. കുറെ ചാനൽസ് ചുറ്റിലും നടന്നിരുന്നു, അവരാരും വന്നില്ല. അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്. അവർക്ക് വേണ്ടത് റീച്ചാണ്, അത് അവരുണ്ടാക്കിയിട്ടുണ്ടാവും. ആരാടാ രക്തവും മാംസവും ഒക്കെ ഊറ്റി കുടിച്ചത്? അതിന് മാത്രമുള്ള ആരോഗ്യം ഇല്ലല്ലോ. ആരാണാവോ, എന്താണാവോ? ഓക്കെ, അടുത്തത്, മരുന്നിന് വേണ്ടി ആരോടും ഞാൻ തെണ്ടിയിട്ടില്ല, ഇൻക്ലൂഡ് യൂട്യൂബേഴ്സ് അടക്കം. അവർക്കെതിരെ നിരന്തരമായിട്ട് ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്തു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ അവർക്ക് അസുഖമില്ല എന്ന രീതിയിലും കുറെ ആളുകൾ പറഞ്ഞു. പിന്നെ കുറെ പേഷ്യൻസിന്റെ ഒക്കെ ഓഡിയോസ് ഒക്കെ പുറത്തു വന്നല്ലോ. അപ്പോ അവരോടൊന്നും ഞാൻ പൈസ ചോദിച്ചിട്ടില്ലല്ലോ, ഞാൻ ആരുടെ അടുത്തും പൈസ തെണ്ടിയിട്ടില്ലല്ലോ. പിന്നെ എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഒരു ചോദ്യം ചോദിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോസ് ഈ വ്യൂവേഴ്സ് ഉണ്ടെങ്കിലല്ലേ ഇത് മുന്നോട്ട് പോകുള്ളൂ. അവര് ഓരോ കമന്റ് ഇടാൻ വേണ്ടി വരുന്നു, അവര് കമന്റ് ഇടുന്നു, ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യും, ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യില്ല. ഇതൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്. സത്യം പറയിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ സോഷ്യൽ മീഡിയ ബഗ്ഗിങ് എന്നാണ് ഞാനൊക്കെ പറയാ. പക്ഷെ താങ്കളുടെ കാര്യത്തിൽ ഞാൻ പറയുന്നില്ല കേട്ടോ, താങ്കൾ ആരോടത്തും തെണ്ടാൻ വന്നിട്ടില്ല. അടുത്തത് സബ്സ്ക്രിപ്ഷന്റെ ഫണ്ട്. സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്ത് അതിന് കുറച്ച് ഫണ്ട് വന്നു. ആ ഫണ്ട് വന്നപ്പോഴത്തേനും ആകെ പ്രശ്നം, അസുഖവും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ ഫണ്ടില്ല. ഓക്കെ, എനിക്ക് ആരുടെയും പൈസയുടെ ആവശ്യമില്ല, എൻ്റെ കയ്യിൽ ഫണ്ട് ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഈ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് എന്നൊക്കെ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷെ ഇതിലേക്ക് എത്തുമ്പോൾ ഫണ്ട്, ഒരുപാട് ചികിത്സയുടെ ചെലവുണ്ട്. ഗവൺമെന്റ് ആശുപത്രി ആകുമ്പോൾ കുറവായിരിക്കും, പക്ഷെ പ്രൈവറ്റ് ആശുപത്രി ഒരുപാട് കൂടുതലായിരിക്കും. എന്തായാലും അസുഖം മാറട്ടെ. അസുഖം മാറാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ശത്രുക്കൾക്ക് പോലും അസുഖം വരരുതെന്ന്. ഞാനും അത് തന്നെ പറയുന്നത്, ശത്രുക്കൾക്ക് പോലും അസുഖം വരരുത്. പക്ഷെ ഈ നാവ് ഉണ്ടല്ലോ, അത്രേ പറയുന്നുള്ളൂ. അടുത്തത്,
ചാവാൻ പ്രാർത്ഥിക്കുന്ന ആളുകൾ ഇവരുടെ കമന്റ് ബോക്സിൽ ഞാൻ കാണുന്ന കാര്യമാണ്. ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ, ഇവരുടെ പോയിന്റ്സ് ഇവർ തന്നെ പറയുന്നതാണ്. ഞാൻ ചാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട് കമന്റ് ബോക്സിൽ എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. ഞാൻ ഇഷ്ടം പോലെ അത് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ആളുകൾ പല രീതിയിലായിരിക്കുമല്ലോ, അപ്പോൾ അവരെ കുറ്റം പറയാനോ കുറ്റം പറയാതിരിക്കാനോ കഴിയില്ല എന്നുള്ളതാണ്. ഒരാൾ മരിക്കാനൊന്നും നമ്മൾ ആരും ആഗ്രഹിക്കരുത്, ഒരാൾക്കൊരു അസുഖം വരാനും നമ്മൾ ആഗ്രഹിക്കരുത്, അല്ലെ? പക്ഷെ അവരെന്തുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ പറയുന്നതെന്ന് നമ്മൾ ചിന്തിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു മാറ്റം നമ്മളുടെ ഈ ജീവിതശൈലിയിൽ മാറ്റിയാൽ നല്ലതായിരിക്കും. അതൊക്കെ ഞാൻ ആ രീതിയിലാട്ടെ എടുത്തിട്ടുള്ളൂ, ഞാൻ അങ്ങനെ എടുക്കുള്ളൂ. അങ്ങനെ കമന്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞ എന്തെങ്കിലും കാര്യം ഉണ്ടാവും, അത് മാറ്റാൻ ശ്രമിക്കും എന്നുള്ളതാണ്. അടുത്തെന്താ വെച്ചാൽ ഫിറോസ്കയും ബന്ധപ്പെട്ട കാര്യമാണ്. ഫിറോസ്ക വിളിച്ചിരുന്നു, വന്നു, കാണാൻ കഴിഞ്ഞില്ല, വളരെ നന്ദി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫിറോസ്ഖാനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. പക്ഷെ അടുത്തെന്താ, ചോർച്ചയെ കുറിച്ച് ഒരു കാര്യം പറയുമ്പോൾ ഫിറോസ്ക ആരായി, വീണ്ടും ആകാശത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. എന്തിനാടാ വെറുതെ ഇതൊക്കെ? ആ മനുഷ്യൻ വന്ന് കണ്ടില്ലേ, വിളിച്ചില്ലേ, ഇതിന്റെ അപ്പുറത്തേക്ക് പിന്നെ എന്താ ഉള്ളത്? വേറെ ഒന്നുമില്ല. അത് ഒഴിവാക്കി വിടേണ്ട കേസാണ്. പിന്നെ വീണ്ടും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങൾ വീണ്ടും കൊണ്ടുവരുന്നത്. മനുഷ്യന്മാർ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണിത്, ഇൻക്ലൂഡ് യു. ആളുകൾക്ക് ആഗ്രഹമില്ല ഇതൊന്നും കേട്ടോണ്ടിരിക്കുക, എന്നിട്ടും താങ്കള് അയാളുടെ പേരൊക്കെ വലിച്ചു കഴിക്കേണ്ട എന്ത് കാര്യമുള്ളത്? വളരെ മോശമായി പോയി കേട്ടോ. ഈ ഫിറോസ്ക ഈ അബോർഷൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫിറോസ്ക ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കുറിച്ചിരുന്നല്ലോ എന്ന് അവതാരിക ചോദിക്കുന്നുണ്ട്. അവതാരികക്ക് ഓസ്കാർ കൊടുക്കണം. ഓസ്കാർ എന്റെ പൊന്നെ, എന്നാ ഒരു ആക്ടിങ്. പിന്നെ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഈ പ്രസ്തുത വ്യക്തി നന്നായി അഭിനയിക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. നല്ല കഴിവുണ്ട് കേട്ടോ, ഇങ്ങനെ റിയൽ ലൈഫ് ചെയ്യുന്നത് പോലെ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും എന്നുള്ളത്. അപ്പൊ ഫിറോസ്ക്ക് ഈ അബോർഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോസ്റ്റ് ഇട്ടിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞാണ്, അബോർഷൻ കേസ് ഫിറോസിന് അറിയുമെങ്കിൽ പറയാനാ പറയുന്നത്. എടോ, ഇതൊന്നും ആരും ഓർക്കുന്നില്ല, മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. നിങ്ങൾ എന്തിനാണ് റിമൈൻഡർ വെക്കുന്നത്? ഇനി പാർട്ട് 3 വരുമോ? നിങ്ങൾ ദയവ് ചെയ്തത് ഇടരുത്, പുറത്ത് വിടരുത്. ഞാൻ കാര്യമായിട്ട് പറയാം, ഇവർക്ക് പോസിറ്റീവ് അല്ലത് നെഗറ്റീവ് ആക്കുകയാണ്, അത്രയും പറയുന്നുള്ളൂ. അടുത്ത ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ സന്ദീപ് എടപ്പാളിന്റെ ഒരു ദിവസം ജയിലിൽ കിടത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് എന്നുള്ളതാണ്. ആ ഭാഗം നിങ്ങൾ കേൾക്കണം കേട്ടോ. സത്യത്തിൽ ഈ പ്രസ്തുത വ്യക്തിയെ ഏറ്റവും കൂടുതൽ ക്രൂശിച്ച ആള് ഞാനാണോ? ഇവരെ അസഭ്യപരമായിട്ട് പരാമർശിച്ചതും ഇവരുടെ അസുഖം ഇതല്ല എന്ന് പറയുകയും ഇവരുടെ ബില്ലുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്തിട്ട് അവർ പറഞ്ഞ നുണയാണ് എന്ന് പറഞ്ഞ വ്യക്തികളിൽ ഞാനുണ്ടോ? ജനങ്ങൾക്കറിയാം. സത്യസന്ധമായിട്ടാണ് ഞാൻ എല്ലാ വീഡിയോസും ഇത്രയും നാൾ ചെയ്തിട്ടുള്ളത്. അത് അങ്ങനെ തന്നെ തുടരുക തന്നെ ചെയ്യും. ഈ കണ്ടന്റ് എടുക്കേണ്ട വിചാരിച്ചാണ്. പക്ഷെ പാർട്ട് 2, 3 ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് അത് ചെയ്യാതിരിക്കുന്നത് ശരിയല്ല എന്ന് തോന്നിപ്പോയി. ഇവിടെ ആരെ ഉദ്ദേശിച്ചാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ നിങ്ങളിടുന്ന കമന്റിനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം അത് നിങ്ങളുടെ മാത്രമാണ്. വീണ്ടും വരാം, ജിമ്മിന് പോകാൻ സമയമായി. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.